ഒരു വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായ വിവാഹമായിരുന്നു അനാഥ പെൺകുട്ടി അനാമികയുടേത്. മകൻ വിഷ്ണുവിനെക്കൊണ്ട് ജീവമാതാ കാരുണ്യ ഭവൻ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ അനാമികയെ വിവാഹം കഴിപ്പിച്ചു. ഏറെക്കാലമായി ജീവമാതയിലെ അന്തേവാസിയായിരുന്നു അനാമിക. മകന് വിവാഹപ്രായമായപ്പോൾ വധുവായി അനാമിക മതിയെന്ന് ഉദയഗിരിജ തീരുമാനമെടുക്കുകയായിരുന്നു. ഇപ്പോൾ അനാമികയ്ക്കും വിഷ്ണുവിനും ഒരു പെൺകുഞ്ഞുണ്ട്. യൂട്യൂബ് ചാനലുമായി സജീവമായ ഇരുവരും പങ്കുവച്ച പുതിയ വ്ലോഗാണ് ചർച്ചയാകുന്നത്. കുഞ്ഞിന്റെ തല മൊട്ടയടിക്കാനായി പഴനി മുരുകൻ കോവിലിൽ പോയ വിശേഷങ്ങളാണ് വ്ലോഗിൽ. അതിരാവിലെ പുറപ്പെട്ട് തലമുണ്ടനം കഴിഞ്ഞ് വൈകിട്ടോടെ ഇരുവരും തിരികെ നാട്ടിലെത്തി. പൊതുവെ മകന്റെ കുഞ്ഞിന്റെ തലമുണ്ടനം ചെയ്യുന്ന ചടങ്ങിൽ അമ്മയും മറ്റു കുടുംബാംഗങ്ങളും പങ്കെടുക്കും. എല്ലാവരുമായി ചേർന്ന് പഴനിയിൽ പോകണമെന്നായിരുന്നു അനാമികയുടെ ആഗ്രഹം. എന്നാൽ അത് നടന്നില്ലെന്ന് അനാമിക തന്നെ വ്ലോഗിൽ പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹം നിറവേറ്റാൻ പോകുകയാണ്. പക്ഷേ ഇങ്ങനെയൊന്നും പോകണമെന്നായിരുന്നില്ല ആഗ്രഹിച്ചിരുന്നത്. ഫാമിലിയുമായി സന്തോഷത്തോടെ ഒരുമിച്ച് പോയിട്ട് വരണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അതിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും മാത്രം ഈ യാത്ര പോകുന്നത് എന്നാണ് അനാമിക പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ വിഷ്ണുവിന്റെ അമ്മയുമായി അകൽച്ചയിലാണോ എന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. മാത്രമല്ല അത്തരം ചോദ്യങ്ങൾക്ക് ഇടം നൽകുന്ന പോസ്റ്റുകളും അനാമിക പങ്കുവെക്കുന്നുണ്ട്.